കക്കാട്ടുകടകിൽ നിന്ന് 3 കിലോമീറ്റർ യാത്ര ചെയ്തു വേണം അഞ്ചുരുളി ടണലിലെത്താൻ. പാർക്കിംഗ് ചെറുവാഹനങ്ങൾക്കും വലിയ വാഹനങ്ങൾക്കുമായി രണ്ടായി ക്രമീകരിച്ചിരിക്കുന്നു. കുട്ടിക്കാനം കട്ടപ്പന റൂട്ടിൽ 35 കിലോമീറ്ററാണ് ഇവിടേക്ക് എത്തുവാനുള്ള ദൂരം. കട്ടപ്പനയിൽ നിന്നും 9 കിലോമീറ്റർ മാത്രമാണ് ഇവിടേക്ക്. ചെറിയ കടകൾ സമീപത്തായിട്ടുണ്ട്. അഞ്ചുരുളി തുരങ്കത്തിലേക്കുള്ള വഴി. ഇന്ന് 10,000 ഗസ്റ്റുകളൊക്കെ വന്നിട്ടുണ്ടല്ലേ. പഞ്ചായത്തിൻ്റെ വകുപ്പിലൊരു ബോട്ടും ഉണ്ട്. ബൈക്കിൽ നാട് ചുറ്റാനെത്തിയ ചെറുപ്പക്കാർ ഒരു സൈഡിലായി കൂടി നിൽക്കുന്നു. റോഡിൽ അവിടിവിടങ്ങളിലായി ഉരുളൻ കല്ലുകൾ കൂടിക്കിടപ്പുണ്ട്. ഇവിടുത്തെ അങ്ങോട്ട് ഇറങ്ങുന്ന വഴിയൊക്കെ അല്പം ഡേഞ്ചറാണ് കേട്ടോ. ഏതായാലും അതൊക്കെ ഒന്ന് പോയി നോക്കാം. കാലപ്പഴക്കം ചെന്നതിനാലാവാം വെള്ളത്തിന് കുറുകെയുള്ള കൈവരികൾ തകർന്ന നിലയിലാണ്. ഈ ടണലിന് 5 കിലോമീറ്റർ നീളവും 24 അടി വ്യാസവും ഉണ്ട്. മാർച്ചിന് തുടങ്ങിയ ടണൽ നിർമ്മാണം പൂർത്തിയായത് 6 വർഷത്തിനു ശേഷം 1980 ജനുവരി 30-നാണ്. പൈലിപ്പിള്ള എന്ന ആളായിരുന്നു ഈ ടണലിന്റെ കോൺട്രാക്ടർ. അഞ്ചുരുളിയിലും ഇരട്ടയാറിലും ഒരേ സമയം നിർമ്മാണം തുടങ്ങി രണ്ടും കൂട്ടിയോജിപ്പിക്കുകയായിരുന്നു. നിർമ്മാണ സമയത്ത് ഇവിടെ 22 പേർ അപകടത്തിൽ മരിച്ചിരുന്നു. അങ്ങനെ ഒട്ടേറെ ബുദ്ധിമുട്ടുകൾ നേരിട്ടാണ് അക്കാലത്ത് ടണൽ നിർമ്മിച്ചത്. ഇവിടെ മഴ കനക്കുമ്പോൾ വെള്ളത്തിന്റെ ഒഴുക്കും ക്രമാതീതമായി കൂടാറുണ്ട്. അതിനാൽ ആ സമയങ്ങളിൽ സന്ദർശകർക്ക് ഇങ്ങോട്ട് പ്രവേശനം ഉണ്ടായിരിക്കുന്നതല്ല. ഇപ്പോൾ ഇവിടെ വെള്ളത്തിന്റെ അളവ് ക്രമാതീതമായി ഉയർന്നു നിൽക്കുകയാണ്. അഞ്ചുരുളിലേക്ക് വരുന്നവർ സുരക്ഷാ കാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട്. ഡാമുകളുടെ നാട്ടിലെ ഈ വിസ്മയം കാണാൻ ഞാൻ എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഒപ്പം നമ്മുടെ ഈ വീഡിയോകൾ ഇഷ്ടമാകുന്നുവെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.